നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങവേ കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുമായി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാനത്തെ 4 പ്രധാന ജില്ലകളിൽ കോൺഗ്രസ് അതീവ ദുർബലമാണെന്ന സൂചനയാണ് റിപ്പോർട്ടിലുള്ളത്. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, ആലപ്പുഴ എന്നീ ജില്ലകളിൽ പാർട്ടിക്ക് കാര്യമായ അടിത്തറ നഷ്ടപ്പെട്ടതായും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യതകളെ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. എന്നാൽ വയനാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ UDFന് ആധിപത്യം തുടരാനാകുമെന്നും കനഗോലു വ്യക്തമാക്കുന്നു. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ജില്ല ഈ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ആര് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പാലക്കാട് വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസിന് കണ്ടെത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 2 വർഷമായി കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എങ്ങനെയും ഭരണം തിരിച്ചു പിടിക്കണം. മാത്രമല്ല, കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കിട്ടാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. ദുർബലമായ ജില്ലകളിൽ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും കനഗോലു പറഞ്ഞു വെക്കുന്നുണ്ട്. NDA 14 സീറ്റുകളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. 7 നായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ NDAക്ക് 10% വോട്ടാണ് വർദ്ധിച്ചത്. കോവളം, കുണ്ടറ, കരുനാഗപ്പള്ളി, കോട്ടയം മണ്ഡലങ്ങളാണ് NDA വോട്ട് വർദ്ധിപ്പിച്ചത്. NDAയുടെ വോട്ട് വർധനവിൽ കനഗോലു സംഘം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി ഏകോപിപ്പിക്കപ്പെട്ടുവെന്നും എന്നാൽ ക്രൈസ്തവ വോട്ടുകൾ അങ്ങനെ ആയിട്ടില്ലെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നാണ് കനഗോലു പറയുന്നത്. ഇരു മുന്നണികളും 40% വോട്ട് നേടുമെന്നാണ് കണക്ക്. നേരിയ മുൻതൂക്കം UDFനാണ്. NDA 15% വോട്ട് നേടുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു മത്സരം മാത്രമല്ല, പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ തീരുമാനിക്കുന്ന ഒരു ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. കഴിഞ്ഞ 2 തവണയും ഭരണത്തിന് പുറത്തിരിക്കേണ്ടി വന്ന കോൺഗ്രസിന് ഇത്തവണ അധികാരം തിരിച്ചുപിടിക്കാനായില്ലെങ്കിൽ അത് പാർട്ടിയുടെ അടിത്തറയെ തന്നെ ബാധിച്ചേക്കാം. സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ സ്ട്രാറ്റജിയൊക്കെ കനഗോലു അവതരിപ്പിച്ചിരുന്നു. കനഗോലുവിന്റെ വീഡിയോ പ്രസന്റേഷൻ വഴി വിജയസാധ്യതയുള്ള നിയമസഭാ സീറ്റുകളുടെ പട്ടിക നിരത്തിയായിരുന്നു സ്ട്രാറ്റജി അവതരിപ്പിച്ചത്. അതിനൊപ്പം പ്രചാരണത്തിന് റിവൈസ്ഡ് സ്ട്രാറ്റജിയും ഉണ്ടായിരുന്നു. 140 മണ്ഡലങ്ങളിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് സാധ്യതാ പട്ടിക തയ്യാറാക്കിയത്. അതേസമയം CPIM-ഉം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കാര്യങ്ങൾ തകൃതിയായി നടത്തുന്നുണ്ട്. സുനിൽ കനഗോലുവിന്റെ ഡേറ്റ രാഷ്ട്രീയത്തെ നേരിടാൻ CPIM-ഉം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഓരോ വീട്ടിലുമുള്ള വോട്ടർമാരുടെ കൃത്യമായ കണക്കും അവരുടെ രാഷ്ട്രീയ ചായവും പരിശോധിക്കാൻ പരിപാടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഡിജിറ്റൽ വാർ റൂമിന് മറുപടിയായി ആയിരക്കണക്കിന് സൈബർ സഖാക്കളെയും ഇൻഫ്ലുവൻസർമാരെയും ഉപയോഗിച്ച് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വലിയൊരു സൈബർ സംവിധാനം തന്നെ CPIM-ഉം തയ്യാറാക്കി കഴിഞ്ഞു. കോൺഗ്രസിന് ഇത് ജീവൻ മരണ പോരാട്ടമാണെങ്കിൽ CPIM-ന് ഇത് തങ്ങളുടെ രാഷ്ട്രീയ അധീശത്വം കേരളത്തിൽ നിലനിർത്താനുള്ള പോരാട്ടമാണ്. കനഗോലുവിന്റെ തന്ത്രങ്ങളെ തന്റെ പ്രായോഗിക രാഷ്ട്രീയം കൊണ്ട് പിണറായി വിജയൻ എങ്ങനെ നേരിടുമെന്നതാണ് 2026 ഏറ്റവും വലിയ കൗതുകം. അധികാരം 3ാം വട്ടവും തിരിച്ചു പിടിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം 2 വർഷം പ്രതിപക്ഷത്തിരുന്നതിന്റെ ക്ഷീണം കോൺഗ്രസിന് നല്ലതുപോലുണ്ട്. അതുകൊണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി പ്രതിപക്ഷത്തിരിക്കുന്ന കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ സാധിക്കുന്നതല്ല. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ ഇത്തിരി കടുക്കും.